കേരളത്തിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന എല്ലാ സഹകരണ സംഘങ്ങളിലും നിലവിലുള്ള ഒരു ചെറുകിട സാമ്പത്തിക ഇടപാട് രീതിയാണ് ചിട്ടി. ഒരു കൂട്ടം ആൾക്കാർ ഓരോ മാസവും പണം നൽകുകയും അത് നറുക്കിട്ടോ ലേലം വിളിച്ചോ ഒരാൾ എടുക്കുകയും ചെയ്യുന്നതാണ് ചിട്ടിയുടെ രീതി. ലേലത്തിൽ ലഭിക്കുന്ന കിഴിവ് അതിലെ എല്ലാ അംഗങ്ങൾക്കും വീതിച്ചു നൽകും. ഇനി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ഒന്നും ചിട്ടി നടത്താൻ കഴിയില്ലെന്ന് സഹകരണ വകുപ്പ് തീരുമാനിച്ചതായതാണ് വാർത്ത. ഇതിന് ആധാരമായി സഹകരണ സംഘം രജിസ്ട്രാർ ഒരു സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലെ സാധാരണക്കാരായ ഇടപാടുകാർക്ക് ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സഹകരണ സംഘങ്ങളുടെ ചിട്ടി നിയമവിരുദ്ധമായ ഒന്നായി മാറിയെന്നാണ് അവരുടെ തോന്നൽ. ഈ ചിട്ടി ഒരു തട്ടിപ്പാണോ എന്നും അതിൽ ചേർന്നാൽ പെട്ടുപോകുമോ എന്നും പണം നഷ്ടമാകുമോ എന്നുമാണ് സംശയങ്ങൾ ഉയർന്നിട്ടുള്ളത്. എന്താണ് സഹകരണ സംഘങ്ങളുടെ ചിട്ടി? രജിസ്ട്രാർ ചിട്ടി വിലക്കിയോ? ഇതേക്കുറിച്ചാണ് മൂന്നാം വഴി എക്സ്പ്ലെയിനർ ഇത്തവണ പരിശോധിക്കുന്നത്.